Hi dears, welcome back to our family. പോവാണ് ഞാൻ പോവുകയാണെന്ന് അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണ്, ഓൾറെഡി ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞു ബേബീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോവുകയാണ്. അഡ്മിറ്റ് ആവോ ഇല്ലയോ എന്ന് അറിയത്തില്ല, എന്തായാലും ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ചെല്ലുമ്പോൾ അഡ്മിറ്റ് ആക്കുമായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. എല്ലാം സെറ്റാക്കി എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് എല്ലാം എടുത്ത് നേരത്തെ വെച്ചുകൊണ്ടിട്ട് അത് വേണ്ടിയിട്ട് വിഷയം വന്നിട്ടുണ്ടായിരുന്നില്ല. ജാനിമോള് വരുന്നുണ്ട്, എൻ്റെ വല്യമ്മച്ചിയും ചേച്ചിയും ജാനിയും കാശി ബേബിയും കൂടിയിട്ടാണ് ഞങ്ങൾ പോണത്. പിന്നെ അഡ്മിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഗോകുടെ അമ്മയും കൂടി വരാമെന്നുള്ളൂ. ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ, മൂത്ത ചേച്ചി സുഖമില്ലാത്ത. അപ്പം അഡ്മിറ്റ് ആവുകയാണെങ്കിൽ വന്നാൽ മതി ഞാൻ പറഞ്ഞു. കാര്യം കുറച്ച് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറ്റുമെങ്കിൽ അതൊക്കെ വീഡിയോയിൽ കവർ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ കാശിക്കുള്ളതും എനിക്കുള്ളതുമായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങട്ടെ, തോനെ നേരം സംസാരിക്കാൻ സമയമില്ല. പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഇതെൻ്റെ വല്യമ്മച്ചാണ് കേട്ടോ, അമ്മയുടെ ചേച്ചി കാശി ബേബി, അതുപോലെ തന്നെ ചേട്ടത്തിയും ജാനിമോളൂടെയായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. പെട്ടിയൊക്കെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാം എടുത്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി വീട്ടിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. എനിക്ക് 12 മണിയുടെ ടോക്കണായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫോൺ ബുക്കിംഗ് ചെയ്തിട്ടായിരുന്നു പോരുന്നത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ചേച്ചി എന്നെ കണ്ടപ്പോൾ അഡ്മിഷൻ പേപ്പർ കൊണ്ട് തന്ന് ഡേറ്റ് സഹിതം എഴുതിയിട്ടുണ്ടായിരുന്നു 15-ാം തീയതിയിലേക്കുള്ളത്. അഡ്മിഷനാണ് എന്ന് പറഞ്ഞ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞതുണ്ട്. ഞാൻ എല്ലാം ഫില്ല് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ECG എടുക്കാൻ പറഞ്ഞു, കുറച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഹലോ, അപ്പം എന്നെ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. രാവിലെ വന്നു, അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. എനിക്കറിയായിരുന്നു ഇന്ന് ഉറപ്പായിട്ടും കിടത്തുമെന്നൊക്കെ അറിയാമായിരുന്നു. സോ അഡ്മിറ്റ് ആക്കി. നമുക്ക് റൂം കിട്ടിയില്ല. നമുക്ക് റൂം കിട്ടിയില്ല. ഇതിപ്പോൾ ക്യൂബിക്കിൾ റൂമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഡിൻ്റെ ആക്കാനുള്ള റൂമാണ്. റൂം വൈകുന്നേരം അവൈലബിലിറ്റി അനുസരിച്ച് റൂമിലോട്ട് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിശേഷങ്ങളൊക്കെ പറയാനാണെങ്കിൽ കൈയില്ലാത്ത ഉടുപ്പ് ഇരിപ്പുണ്ടെന്ന് തോന്നി ചേച്ചി. അതായാലും മതിയല്ലേ. പെട്ടി നിറച്ച് കാശി ഉടുപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഇടാനുള്ളതുണ്ട്. കാശിക്ക് ഡ്രസ്സ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം ഡോക്ടറെ കാണാൻ വന്നപ്പോൾ തന്നെ എനിക്ക് അഡ്മിഷൻ്റെ കാർഡ് എടുത്ത് തന്നു. മോൾ അഡ്മിഷനൊന്നും ഇല്ലേ, എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോഴത്തേനും എഴുതി കൊടുത്ത് അകത്ത് ചെന്നപ്പോഴത്തേനോട് ചോദിച്ച് എന്താ താമസിച്ച്, പറഞ്ഞ ആൻസറിൻ്റെ ഇല്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കാര്യം പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പ്രഷർ ചെക്ക് ചെയ്തപ്പോൾ പ്രഷർ കുറച്ച്, ആദ്യം നോക്കിയപ്പോൾ 140/80, പിന്നെ നോക്കിയപ്പോൾ 130/80. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്നു. PV ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ PV ചെയ്തു. PV ചെയ്തപ്പം 2 ഫിംഗർ 50% സെർവിക്സ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്മിറ്റ് ആക്കിയിട്ട് മരുന്ന് വയ്ക്കുക. രാത്രി ആകുമ്പോഴത്തേനും മരുന്ന് വെച്ചിട്ട് രാത്രിയിൽ ചിലപ്പോൾ ഡെലിവറി കാണും. അതല്ലാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ബ്ലഡ് വേറെ അധികം ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാര്യം നമ്മൾ വന്നിട്ട് 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ഹോസ്പിറ്റലിൽ ഞാനിവിടെ ഡോക്ടറെ കാണിക്കാൻ തുടങ്ങി 2 ആഴ്ച ആയിട്ടുള്ളൂ. അതുകൊണ്ടിട്ട് അന്നേരം ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ടിട്ട് ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. കൗണ്ടും പിന്നെ വേറെ എന്തോ ചേച്ചി ബ്ലഡിൻ്റെ ക്ലോട്ടിങ് ടൈം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കി. ബ്ലീഡിങ് ടൈമും ക്ലോട്ടിങ് ടൈമും അത് നോക്കി. പിന്നെ ECG നോക്കി. എല്ലാം നോർമലാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെ പിന്നെ അഡ്മിഷൻ എഴുതി, ഫുഡൊക്കെ കഴിച്ച് അഡ്മിഷൻ എഴുതിയപ്പോഴത്തേനും റൂമിന് ബുക്ക് ചെയ്യാമെന്ന് ചെന്നപ്പോഴത്തേനും റൂം അവൈലബിൾ അല്ല. തൽക്കാലത്തേക്ക് ഈ റൂമാണ് കേട്ടോ. റൂമല്ല, ഇത് തന്നെയാണ് കേട്ടോ, എന്താ വാർഡ് തന്നെയാണ്. അപ്പോൾ റൂം കിട്ടുന്നതനുസരിച്ച് റൂമിലോട്ട് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ രാത്രി കിട്ടും, ചിലപ്പോൾ നാളെ ആവും. അത് അന്നേരത്തെ സിറ്റുവേഷൻ പോലെ ഇരിക്കും. റൂം കിട്ടിക്കഴിഞ്ഞാൽ കാശിനെ കൊണ്ടിട്ടൊക്കെ സെറ്റായിരുന്നു. പക്ഷേ ഇതും കുഴപ്പമില്ല. വാർഡിലായിരുന്നെന്നുണ്ടെങ്കിൽ പിള്ളേരെ കൊണ്ടിട്ട് പാടായിരുന്നേനെ. ഇതിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. സിസ്റ്റേഴ്സൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയി.
PV ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം PV ചെയ്ത പോലെ അല്ലായിരുന്നു. കാര്യം സെർവിക്സ് ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് നല്ല രീതിയിൽ ചെക്ക് ചെയ്തു. സോ അതുകൊണ്ടിട്ട് അത് നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഡോക്ടർ പറഞ്ഞത് ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, PV ചെയ്തു എന്ന് വിചാരിച്ച് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കൺട്രാക്ഷൻസ് നേരത്തെ പോലെ വരുന്നുണ്ട്, ചെറിയ ചെറിയ പെയിൻസും വരുന്നുണ്ട്. പിന്നെ എന്തുവാ, ഇനിയിപ്പോൾ മരുന്ന് വെച്ച് കഴിയുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പുറത്തും ഇപ്പുറത്തും വാദമായതുകൊണ്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല ബഹളമുണ്ട്. ഞാൻ പറയുന്നത് വീഡിയോയിൽ കേൾക്കുമെന്ന് പോലും അറിയത്തില്ല. നമ്മുടെ ഈ ഒരു റൂമിലിരുന്നിട്ട് താഴത്തോട്ടുള്ള വ്യൂ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. വയലാണ്. ജാനിമോള് കാശിക്കൊന്നും പോയി. രാത്രി പൊമ്മളമ്മയ്ക്ക് പോവോ? എൻ്റെ വന്നിച്ച് എല്ലാവരും വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തോ പൊമ്മളമ്മ സുന്ദരിയായിട്ടിരിക്കുന്നു, നല്ല ഭംഗിയുണ്ട്. ഒന്നും ഞാൻ അതാ പൊമ്മളമ്മയുടെ ഞാൻ കട്ട് ചെയ്യും. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പം പ്രത്യേകിച്ച് വേറൊന്നും പറഞ്ഞില്ല. അഡ്മിറ്റ് ആയതിന് പിന്നെ കൊണ്ടുവന്ന് കിടത്തി, മരുന്നൊന്നും കിട്ടിയില്ല. മറ്റേ ടാഗൊന്നും തന്നെ എനിക്ക് ടാഗ് തരാത്തത്. എല്ലാം വരുമായിരിക്കും, രാത്രിത്തേക്കായിരിക്കും ഒരുവിധം എല്ലാം സെറ്റ് ആവുന്നത്. ചിലപ്പോൾ റൂം കിട്ടിയതിന് ശേഷം ചെയ്യത്തുള്ളായിരിക്കും അല്ലേ ചേച്ചി? ഈ റൂമിന് 100 രൂപയാണ് കേട്ടോ, 100 രൂപയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അഡ്മിറ്റ് ആവുകയാണെന്ന് പറഞ്ഞപ്പം 200 രൂപ പേ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി എക്സ്പെൻസ് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ കഴിഞ്ഞിട്ട് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ, വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഡോക്ടറെ കാണാൻ കയറിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഏതോ ഒരു കുട്ടി ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ദേവുവിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഡോക്ടർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഒരു സന്തോഷം. നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ താഴെ വണ്ടിക്കകത്തിരിക്കുക, അതൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പോയേക്കുന്നു. കാശുപൊന്നെ ചെറിയ ഉറക്കത്തിൻ്റെ മുഷടിപ്പുണ്ട്. അവൻ എൻ്റെ അടുത്ത് വരുന്നേ ഇല്ല, ഞാൻ എടുക്കാൻ നോക്കിയിട്ട് എൻ്റെ അടുത്ത് വരുന്നില്ല. അതെന്താ വരാത്ത? അങ്ങനെങ്ങളാണ് കാശുപൊല്ലും. പിന്നെ ഗോകുലിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഗോകുലിൻ്റെ അമ്മ വരാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. പിന്നെ മൂത്ത ചേച്ചി ഒറ്റയ്ക്കുള്ളൂ, വയ്യാത്തല്ലേ, അപ്പോൾ ഒറ്റയ്ക്കുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞമ്മ റൂം കിട്ടിയിട്ട് വന്നാൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ വന്നിടുന്ന എല്ലാവരും കൂടെ പാലയും. അപ്പം അതിനുശേഷം വന്നാൽ മതി എന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാത്ത കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് മൈഗ്രെയിൻ വരും, ഉറക്കം മുഷിയായിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം പിന്നെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. മേ ബി നമ്മുടെ ബേബി വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഞാൻ ഓൾറെഡി ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചതിനകത്ത് കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും അന്വേഷിക്കുന്ന അതിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ചേച്ചി എന്തായി, എങ്ങനെയായി, അഡ്മിറ്റ് ആയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻസൊക്കെ വരാറുണ്ട്. വാവ വന്നു കഴിഞ്ഞാൽ ഉടനെ പറയണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് വരാറുണ്ട്. അപ്പം എനിക്ക് സിറ്റുവേഷൻ നോക്കിയിട്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോസ്റ്റ് ചെയ്യാമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഇനി അങ്ങോട്ടുള്ള സമയത്തൊക്കെ എന്താവും ഏതാവുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പെയിൻ വന്നു തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ എടുക്കലൊന്നും നടക്കത്തില്ല. ഫോണിൽ തീരെ ചാർജില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ റൂമിൽ വന്നതിന് ശേഷം, റൂമല്ല വാർഡിൽ വന്നതിന് ശേഷം കുട്ടി അപ്പം സിസ്റ്റർ വന്നു BP ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. BP ഡോക്ടറെ അടുത്ത് നോക്കിയപ്പോഴത്തേന് 140 90 അങ്ങനെ എന്തോ പോയെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയപ്പം BP നോർമൽ. ചേച്ചി എത്ര ഇപ്പോൾ പറഞ്ഞത്? 130 70 അതെന്തായെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ കൂടിപ്പോണ്, ടെൻഷൻ കൊണ്ടിട്ടായിരിക്കും മിക്കവാറും. തലയിലിച്ച് എണ്ണ മൊത്തം പറന്ന് കിടക്കുന്നു, കൂടിയൊക്കെ കെട്ടി സെറ്റായിട്ടിരിക്കും. ഇനിയിപ്പോൾ വേദന വന്നു കഴിഞ്ഞാൽ അതൊന്ന് കെട്ടി വെക്കാൻ സമയം കിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ കഴിച്ച് പിന്നി വെക്കലാണെന്ന് തോന്നില്ലേ ചേച്ചി? എനിക്ക് കാശിയുടെ സമയത്ത് പിന്നേണ്ടി വന്നിട്ടില്ല. കാര്യം ഞാൻ കുളിച്ചിട്ട് നേരെ ചെന്ന് ഞാൻ പോയി പ്രസവിച്ചിട്ട് റൂമിലോട്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് അറിയാൻ വയ്യ. ഇതിപ്പോൾ എന്തായാലും മൊത്തത്തിൽ കഴിച്ച് പിന്നിയൊക്കെ കെട്ടിയൊക്കെ വെച്ചേക്കാം. എന്തായാലും എനിക്ക് BP നോർമൽ ആയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയല്ലേ പറഞ്ഞത്?
അപ്പോൾ കഴിക്കേണ്ടി വരത്തില്ല. പിന്നെ ഏതൊക്കെ ഗുളിക കഴിക്കുന്നതെന്നൊക്കെ ഓരോന്ന് എഴുതിയെടുത്തിട്ട് പോയി. ദേവിയൊക്കെ ചായ മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. എപ്പോഴായിരിക്കും ഇനി മരുന്ന് വെക്കുന്നത്? രാത്രിയിലായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു ഒരുവിധം ഡെലിവറി എല്ലാം നടക്കുന്ന രാത്രിയിലാണെന്ന് തോന്നുന്നു. എല്ലാവരോടും രാത്രിയിലാണ് വന്നേക്കുന്നത്. പകൽ സമയം അത്രയും ഡോക്ടർ ബിസി അല്ലേ, അതായിരിക്കും. നല്ല തിരക്കാണ് ഡോക്ടറെ അടുത്ത്. ഇന്നൊന്നും തോന്നുന്നു തിരക്ക് കുറവല്ലേ വെച്ച്? ഇന്ന് നല്ല തിരക്ക് കുറവായിരുന്നു. ഒരു ബണ്ണ് മേടിക്കണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ക്ലിപ്പ് ഇട്ടുകൊണ്ട് എന്തായാലും പോയി കിടക്കാൻ പറ്റത്തില്ലല്ലോ. കമ്മലൊക്കെ ഊരി വെക്കേണ്ടി വരുമായിരിക്കും. ഇരിപ്പുണ്ട് മറ്റേ പെട്ടിക്കകത്താ. ചീപ്പ് വേണോ? ഇനിയിപ്പോൾ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് വീഡിയോയ്ക്കകത്ത് വന്നിട്ട് ഞാൻ പറയാം കേട്ടോ, അപ്ഡേറ്റ് ചെയ്യാം. എല്ലാവരും അപ്ഡേഷൻസൊക്കെ ചോദിക്കുന്നുണ്ടിട്ടോ വീഡിയോയ്ക്കകത്ത് പറയാമെന്ന് വന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് എനിക്ക് എപ്പോൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മേ ബി ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഇവിടെ റേഞ്ചും കുറവാണ്, നല്ല ചാർജ് കുറവാണ്. ഇവിടെ കിട്ടുന്നുണ്ട്, ഈ ഏരിയയിൽ റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് പോകുമ്പോൾ തീരെ കിട്ടില്ല. ജാനിമോൾ ഉറക്കമായി. കാശിക്കൂട്ടിൻ്റെ ചായ മേടിക്കാൻ കൊണ്ടുപോയേക്കാം. അവരും കൂടെ ഉറങ്ങിയായിരുന്നു ഇച്ചിരി സമാധാനം സെറ്റായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പറയണമെങ്കിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ കാണാം, ഞാൻ പറയാം, അപ്ഡേറ്റ് ചെയ്യാം. അപ്പം വൈകുന്നേരം ഇപ്പോൾ എത്ര മണി ചേച്ചി? 5:24. പക്ഷെ മഴക്കോളുണ്ട്, അതുകൊണ്ട് നല്ല മങ്ങി കിടക്കുന്നു. അങ്ങനെ എനിക്ക് ബാഡ്ജൊക്കെ കിട്ടി, ബാഡ്ജല്ല ടാഗൊക്കെ കിട്ടി. നിൽക്കട എന്താ ഇപ്പം പറയാം, എന്താ വിശേഷം? വികൃതിയാ വികൃതി. ഇതിനിടയ്ക്ക് വന്നിട്ട് ബ്ലഡ് എടുത്തിട്ട് പോയി. ആദ്യമേ ഞാൻ ബ്ലഡ് കൊടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്ലഡ് എടുത്തിട്ട് പോയി ഗ്രൂപ്പ് നോക്കാനായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് സാമ്പിൾ എടുത്തിട്ട് പോയി. പിന്നെ പ്രിപ്പറേഷൻ റൂമിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്തു. പിന്നെ NST എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഇവിടുന്ന് അപ്പുറത്തെ ബ്ലോക്കിൽ പോയി NST ഒക്കെ എടുത്തിട്ട് വന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ഇതുവരെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ആയിട്ടില്ല. ചിലപ്പോൾ രാത്രിയിലായിരിക്കും ഇവർ മരുന്ന് വെക്കുന്നത്, അല്ലെങ്കിൽ നാളെ ട്രിപ്പ് ഇടുമായിരിക്കും. എന്താണ് എന്നൊന്നും ഇതുവരെ കറക്റ്റ് അറിഞ്ഞിട്ടില്ല. ഇതുവരെ ഞാൻ ഓക്കെ, ആ കുഴപ്പമൊന്നുമില്ല. ഇതിനിടയ്ക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ആരുമില്ല. വേണ്ട, ജാനിമോൾ ഉറക്കമായി. കാശിക്കുട്ടി ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നു. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പം ശരി, കാണാം. അപ്പം വെട്ടം കിട്ടത്തില്ല. ആരോ എന്നോട് പറഞ്ഞു, ദേവി ഫോൺ ചേഞ്ച് ചെയ്യ്, ക്ലാരിറ്റി ഇല്ലയെന്ന്. ഫോൺ ചേഞ്ച് ചെയ്യണം. എൻ്റെ കയ്യിലിരിക്കുന്ന iPhone 13 ആണ്. 13 ഇപ്പോൾ 16 ഇറങ്ങി. 16 ആയിരുന്നോ? ഞാൻ എടുക്കുന്നെങ്കിൽ ഇനി 17 എടുക്കത്തുള്ളൂ. പൈസയൊക്കെ ആവട്ടെ, ആവുമ്പോൾ ഞാൻ എടുക്കും. എടുത്താ ഞാൻ റിച്ച് ആവട്ടെ. അയ്യോ, ഫോണ് വെക്കാൻ സ്റ്റാൻഡൊന്നും ഇല്ല. ഞാൻ ബാഗിൻ്റെ പുറത്താണ് വെച്ചേക്കുന്നത്. സ്റ്റാൻഡൊക്കെ ഇനി മേടിക്കണം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ ഡെലിവറി ഇന്ന് കാണത്തില്ല. കാര്യം അവർ വന്ന് പറഞ്ഞു, ബില്ലടയ്ക്കാൻ പറഞ്ഞു. നാളത്തേന് ഡെലിവറി കാണും. ഡെലിവറി ഇല്ല, നാളത്തേനും കാണൂലായിരിക്കും. നാളെ മരുന്ന് വെക്കുമെന്ന് പറഞ്ഞു. നാളെ മരുന്ന് വെച്ചിട്ട് വേദന വന്നില്ലെങ്കിൽ, വന്നാൽ നാളെ ഡെലിവറി കാണും. വന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റന്നാൾ ട്രിപ്പ് ഇടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്കറിയില്ല ഇന്ന് എന്തിനാണ് അഡ്മിറ്റ് ആക്കിയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ വേറെ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മേ ബി നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവാം, എനിക്ക് അറിയത്തില്ല അന്നേരത്തെ എന്തുവാണെന്ന്. ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വേറെ വിശേഷങ്ങളായിട്ടൊന്നുമില്ല. ഫേസ് ഒന്ന് വൈപ്പ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. ഒന്ന് കുളിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. റൂം കിട്ടാത്തതുകൊണ്ട് ഭയങ്കര മെനക്കേട്. വാതിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം കുളിക്കാനൊക്കെ ഭയങ്കര പാട്. റൂമിൻ്റെ കാര്യം രാത്രി തന്നെ അറിയാമെന്ന് പറഞ്ഞു. ഇവിടെ റൂം കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ.
നേരത്തെ ബുക്ക് ചെയ്യാൻ എടുക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ അങ്ങനെയൊക്കെ നോക്കിയായിരുന്നു, നേരത്തെ ബുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, നല്ല കുറഞ്ഞു. ചേട്ടന് പ്രഷർ, പിള്ളേരുടെ ബഹളം, എന്താ പറയുക, എന്നിട്ട് കുറവ്, ലോ പ്രഷർ. റൂം കിട്ടിയായിരുന്നേ വലിയ വിഷയമില്ലായിരുന്നു. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടിട്ടാ പാടത്. അവിടെ കാശ് ഇപ്പുണ്ട്. ഇപ്പം ഗോകുൻ്റെ അമ്മയും അമ്മാമ്മയും കൊടുക്ക ഇപ്പം വരും. ജാനിയുണ്ട്. അവർ രാത്രിയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നിട്ടങ്ങ് പോകും. രാത്രിയിൽ ഇനി ആരാ നിൽക്കുന്നതെന്നൊന്നും അറിയാൻ വയ്യ. നാളെ രാവിലെ 6 മണിയാകുമ്പോഴത്തേനാണ് മരുന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മേ ബി ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവും, അറിയത്തില്ല. എന്തായാലും എന്തെങ്കിലും വിശേഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പറ്റുമെന്നുണ്ടെങ്കിൽ അന്നേരത്തെ സിറ്റുവേഷൻ പോലെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നാളെ ചെറിയല്ല നാളെ എല്ലാ വിശേഷങ്ങളൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ റൂം കിട്ടുകയാണെങ്കിൽ ഞാൻ അത് ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യാം. പിന്നെ ഫുഡ് കഴിക്കണം. പിന്നെ അമ്മാമ്മയൊക്കെ വന്നിട്ട് അവർ പോവും. അതൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തേക്കാം. ഇപ്പം സമയം 11:30 ആക്ച്വലി നമുക്ക് റൂം കിട്ടി, പക്ഷേ ഇതുവരെ അവർ റൂമിലോട്ട് കൊണ്ടുപോയില്ല. എന്തുവാണെന്ന് അറിയാൻ വയ്യ. അപ്പുറത്ത് റൂമായി എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേരം തൊട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. കാശുകൂടെ ഭയങ്കര കരച്ചില്ല. വീട് മാറിയോണ്ടിട്ടുള്ള നിർബന്ധമാണ്. ചേച്ചി അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി. ജാനിമോളും ഉണ്ട്, കാശി ബേബി ഉണ്ട്. എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ് നടക്കുകയാണ്. പിന്നെ റൂമായിരുന്നുകൊണ്ട് പ്രശ്നമില്ല, സെറ്റായിരുന്നു. ലൈറ്റൊക്കെ വാതായോണ്ടിട്ട് ലൈറ്റൊക്കെ കിടന്നുകൊണ്ട് കുഞ്ഞ് ഉറങ്ങുന്നില്ല. ഇനി നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നാളെ രാവിലെ എനിക്ക് 2 ഫിംഗർ ഡയലേഷൻ ആയിട്ടുണ്ട്. സോ PV ചെയ്തപ്പോൾ 2 ഫിംഗർ ഡയലേഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ടിട്ട് മരുന്ന് വയ്ക്കുന്നില്ല. നാളെ ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രിപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ രാത്രിയോട് അടുപ്പിച്ചിട്ട് കാണുമായിരിക്കും എന്തായാലും ഡെലിവറി. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാം. പിന്നെ നാളെ ഒരു വലിയ വിശേഷമുണ്ട്. എനിക്കൊരു ഹാപ്പി ന്യൂസൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം.